എല്ലാ കൂട്ടുകാർക്കും ടാർഗറ്റ് യുവർ എയിമിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓസ്കാറിനെ കുറിച്ചും 2024 ഓസ്കാർ പുരസ്കാര ജേതാക്കളെ കുറിച്ചുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എത്രാമത്തെ ഓസ്കാർ പുരസ്കാരമാണ് 2024 പ്രഖ്യാപിച്ചത്? 96ാമത്തെ. 2024 96ാമത്തെ ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് ആര്? കിലിയൻ മുർഫി. ഏത് സിനിമയിലെ പ്രകടനത്തിനാണ് മികച്ച നടനുള്ള 2024 96ാമത് ഓസ്കാർ പുരസ്കാരം കിലിയൻ മുർഫിക്ക് ലഭിച്ചത്? ഓപ്പൺഹൈമർ. 2024 ഓസ്കാർ അവാർഡിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് ആര്? എമ്മ സ്റ്റോൺ. ഏത് സിനിമയുടെ പ്രകടനത്തിനാണ് മികച്ച നടിക്കുള്ള 2024 ഓസ്കാർ പുരസ്കാരം എമ്മ സ്റ്റോണിന് ലഭിച്ചത്? പുവർ തിങ്സ്. 2024 ഓസ്കാർ അവാർഡ് ദാന ചടങ്ങ് എവിടെയാണ് സംഘടിപ്പിച്ചത്? ലോസ് ആഞ്ചലോസിലുള്ള ഡോൾബി തിയേറ്ററിൽ, USA. എന്നാണ് 2024 96ാമത് ഓസ്കാർ പുരസ്കാര ദാന ചടങ്ങ് നടന്നത്? 2024 മാർച്ച് 10, ഇന്ത്യൻ സമയം 2024 മാർച്ച് 11. 2024 ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത് ഏത്? ഓപ്പൺഹൈമർ. 2024 96ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയത് ആര്? ഓപ്പൺഹൈമർ എന്ന ചിത്രത്തിലെ സംവിധായകനായ ക്രിസ്റ്റഫർ നോളനാണ് ലഭിച്ചത്. 2024 ഓസ്കാർ അവാർഡിലേക്ക് ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സിനിമ ഏതാണ്? ഓപ്പൺഹൈമർ. 13 നാമനിർദ്ദേശം ആണ് ചെയ്യപ്പെട്ടത്. 2024 ഓസ്കാർ അവാർഡിൽ മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം അവാർഡ് നേടിയത് ഏത്? ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ്. 2024 ഓസ്കാർ അവാർഡിൽ മികച്ച സഹനടനുള്ള അവാർഡ് നേടിയത് ആര്? റോബർട്ട് ഡോണി ജൂനിയർ. ഓപ്പൺഹൈമർ എന്ന സിനിമയിലൂടെയാണ്. 2024 ഓസ്കാർ അവാർഡിൽ മികച്ച സഹനടിക്കുള്ള പുരസ്കാരം നേടിയത് ആര്? ദ ഹോൾഡ് ഓവേഴ്സ് എന്ന സിനിമയിലൂടെ ഡോണി ജോ റാൻഡോൾഫ് ആണ് നേടിയത്. 2024 ഓസ്കാർ അവാർഡിൽ മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം പുരസ്കാരം നേടിയത് ഏത്? 20 Days of Mariupol. 2024 ഓസ്കാർ അവാർഡിൽ മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം പുരസ്കാരം നേടിയത് ഏത്? ദ ലാസ്റ്റ് റിപ്പയർ ഷോപ്പ്. 2024 ഓസ്കാർ അവാർഡിൽ മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള പുരസ്കാരം നേടിയത് ആര്? പുവർ തിങ്സ് എന്ന സിനിമയിലൂടെ ഹോളി വെഡിങ്സ്റ്റൺ ആണ്. 2024 ഓസ്കാർ അവാർഡിൽ മികച്ച ഒറിജിനൽ തിരക്കഥയ്ക്കുള്ള പുരസ്കാരം നേടിയത് ഏത്? അനാട്ടമി ഓഫ് എ ഫാൾ. 2024 ഓസ്കാർ അവാർഡിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം നേടിയത് ഏത്? അമേരിക്കൻ ഫിക്ഷൻ. മികച്ച ഒറിജിനൽ ഗാനത്തിനുള്ള പുരസ്കാരം നേടിയത് ഏത്? ബാർബി എന്ന ചിത്രത്തിലൂടെ വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ എന്ന ഗാനത്തിന് ബില്ലി എലിഷും ആൻഡ് ഫിനേസ് ഒ കോണലിനുമാണ് ലഭിച്ചത്. 2024 ഓസ്കാർ അവാർഡിൽ ഏറ്റവും മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം ഏത്? ദ ബോയ് ആൻഡ് ദ ഹെറോൺ.
2024 ഓസ്കാർ അവാർഡിൽ മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഏത്? വാർ ഈസ് ഓവർ, ഇൻസ്പയർഡ് ബൈ ദ മ്യൂസിക് ഓഫ് ജോൺ ആൻഡ് യോക്കൻ. 2024 ഓസ്കാർ അവാർഡിൽ മികച്ച ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം ഏത്? ദ വണ്ടർഫുൾ സ്റ്റോറി ഓഫ് ഹെൻറി സുഗർ. 2024 ഓസ്കാർ അവാർഡിൽ ഏറ്റവും മികച്ച ഹെയർ ആൻഡ് മേക്കപ്പ് വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ഏത്? പുവർ തിങ്സ്. 2024 ഓസ്കാർ അവാർഡിൽ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം നേടിയത് ഏത്? ഓപ്പൺ ഹൈമർ. 2024 ഓസ്കാർ അവാർഡിൽ മികച്ച വിഷ്വൽ എഫക്ട്സിനുള്ള പുരസ്കാരം നേടിയത് ഏത്? ഗോഡ്സില്ല -1. 2024 ഓസ്കാർ അവാർഡിൽ മികച്ച ശബ്ദത്തിനുള്ള പുരസ്കാരം നേടിയത് ഏത്? ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ്. 2024 ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ഫിലിം എഡിറ്റിംഗിനുള്ള പുരസ്കാരം നേടിയത് ഏത്? ഓപ്പൺ ഹൈമർ. 2024 ഓസ്കാർ അവാർഡിൽ മികച്ച പ്രൊഡക്ഷൻ ഡിസൈനുള്ള പുരസ്കാരം നേടിയത് ഏത്? പുവർ തിങ്സ്. അക്കാദമി അവാർഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന പുരസ്കാരം ഏത്? ഓസ്കാർ. ഏതു വർഷമാണ് ഓസ്കാർ പുരസ്കാരം നിലവിൽ വന്നത്? 1927. ഏതു വർഷം മുതൽ ആണ് ഓസ്കാർ പുരസ്കാരം നൽകി തുടങ്ങിയത്? 1929 മുതൽ. ഓസ്കാർ പുരസ്കാരം നൽകുന്ന സംഘടന ഏത്? അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ്. ഓസ്കാർ പുരസ്കാരത്തിന് സമ്മാനത്തുക എത്ര? ഓസ്കാർ പുരസ്കാരത്തിന് സമ്മാനത്തുക ഇല്ല. ഒരു ഫിലിം റോളിന് മുകളിൽ ഒരു കൈയിൽ വാളും മറു കൈയിൽ കുരിശുമായി നിൽക്കുന്ന പുരുഷ രൂപം ആണ് ഓസ്കാർ പുരസ്കാരം. ഇത് ബ്രിട്ടന എന്ന ലോഹക്കൂട്ടുകൊണ്ട് നിർമ്മിച്ച് ആദ്യം നിക്കലും അതിനു മുകളിൽ സ്വർണവും പൂശുന്നു. 34 സെന്റിമീറ്റർ ഉയരവും 3 കിലോഗ്രാം 850 ഗ്രാം ഭാരവുമാണ് ഉള്ളത്. ഓസ്കാർ പുരസ്കാരം ആദ്യമായി ഇന്ത്യക്കായി നേടിയത് ആര്? ബാനു അത്തയ്യ 1983 നേടിയിട്ടുള്ളത്. ഏത് സിനിമയുടെ വസ്ത്രാലങ്കാരത്തിനാണ് ബാനു അത്തയ്യയ്ക്ക് പുരസ്കാരം ലഭിച്ചത്? ഗാന്ധി. ഓസ്കാറിനായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ സിനിമ ഏത്? മദർ ഇന്ത്യ 1957 മെഹബൂബ് ഖാൻ ആണ് സംവിധായകൻ. 2024 വരെ എത്ര ഇന്ത്യക്കാർക്കാണ് ഓസ്കാർ പുരസ്കാരം ലഭിച്ചത്? 1983 വസ്ത്രാലങ്കാരത്തിന് ബാനു അത്തയ്യ, 1992 ഓണററി പുരസ്കാരമായി സത്യജിത്ത് റേ, 2009 ശബ്ദ മിശ്രണത്തിന് റസൂൽ പൂക്കുട്ടി, 2009 മികച്ച ഗാനത്തിന് ഗുൽസാറിന്, 2009 പശ്ചാത്തല സംഗീതം, മികച്ച ഗാനം എന്നിവയ്ക്ക് AR റഹ്മാൻ, 2023 ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ കാർത്തിക് ഗുൽസാവ്സ് ആൻഡ് ഗുനീത് മോങ്ങകെ, 2023 ഒറിജിനൽ സോങ് വിഭാഗത്തിൽ MM കീർവാണി ആൻഡ് ചന്ദ്രബോസ്. എത്ര ഇനങ്ങളിലാണ് ഓസ്കാർ പുരസ്കാരം നൽകുന്നത്? 24 ഇനങ്ങളിൽ. ഏറ്റവും കൂടുതൽ ഓസ്കാർ പുരസ്കാരം നേടിയ വ്യക്തി ആര്? വാൾട്ട് ഡിസ്നി 26 ഓസ്കാറുകളാണ് ലഭിച്ചത്. ഓസ്കാർ പുരസ്കാരവും നോബൽ പുരസ്കാരം നേടിയ ഏക വ്യക്തി ആര്? ജോർജ് ബെർണാഡ് ഷാ. ഓസ്കാർ നേടിയ ആദ്യ വനിതാ സംവിധായിക ആര്? കാതറിൻ ബിക്കാലെ.
ഏറ്റവും കൂടുതൽ ഓസ്കാറുകൾ നേടിയ സിനിമ ഏത്? 3 സിനിമകളാണ് ഉള്ളത്. ബെൻഹർ 1952, ടൈറ്റാനിക് 1997, ദ ലോർഡ് ഓഫ് ദ റിംഗ് ദ റിട്ടേൺ ഓഫ് ദ കിങ് 2003. എല്ലാം 11 ഓസ്കാറുകൾ വീതമാണ് ലഭിച്ചത്. മികച്ച ചിത്രത്തിനുള്ള ആദ്യത്തെ ഓസ്കാർ നേടിയ സിനിമ ഏത്? വിങ്സ്. 1929 ആദ്യ ഓസ്കാർ പുരസ്കാര ദാന ചടങ്ങ് നടന്നത് എവിടെ? ഹോളിവുഡിലെ ഹോട്ടൽ റൂസ്വെൽറ്റിൽ വെച്ച്. 1929 മെയ് 16 ആയിരുന്നു. 1929 ആദ്യ മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ആര്? ദ ലാസ്റ്റ് കമന്റ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിലൂടെ എമിൽ ജെന്നിങ്സനാണ്. 1929 ആദ്യ മികച്ച നടിക്കുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ആര്? ജാനറ്റ് ഗൈനോർ. ദ സെവൻത് ഹെവൻ എന്ന ചിത്രത്തിലൂടെയാണ് ലഭിച്ചത്. 1929 മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയത് ആര്? വില്യം സി ഡെമിൽ. ഓസ്കാർ പുരസ്കാരത്തിന് ശില്പി ആര്? MGM സ്റ്റുഡിയോയിലെ ശില്പിയായിരുന്ന സെഡ്രിക് ഗിബൺസ്. ഓസ്കാർ നിരസിച്ച ആദ്യ വ്യക്തി ആര്? ഡെഡ്ലി നിക്കോളാസ്. 1935 പുറത്തിറങ്ങിയ ഇൻഫോർമർ എന്ന ചിത്രത്തിന്റെ തിരക്കഥയ്ക്കാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓസ്കാർ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരൻ ആര്? ഹാറ്റി മാക്ഡാനിയൽ. ഏറ്റവും കൂടുതൽ ഓസ്കാർ പുരസ്കാരം നേടിയ നടൻ ആര്? കാതറിൻ ഹെപ്ബേൺ. 12 നോമിനേഷനിലൂടെ 4 ഓസ്കാർ പുരസ്കാരമാണ് ലഭിച്ചത്. ഏറ്റവും കൂടുതൽ ഓസ്കാർ നോമിനേഷൻ ലഭിച്ച നടി ആര്? മെറിൽ സ്ട്രിപ്പ്. 21 നോമിനേഷനാണ് ലഭിച്ചത്. മികച്ച നടനുള്ള ഓസ്കാർ അവാർഡ് നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ അമേരിക്കൻ നടൻ ആര്? സിഡ്നി പോയിറ്റിയർ. 1963 ലഭിച്ചത്.